ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്തോഷനേരത്തും സന്താപകാലത്തും സന്തോഷനേരത്തും എപ്പോഴും എന്റെ എപ്പോഴും എന്റെ നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. പാപച്ചെടിയിൽ നിന്നു വീണ്ടെടുത്തന്നെ, സ്ഥിരപ്പെടുത്തി. പാപച്ചെടിയിൽ നിന്ന് വീണ്ടെടുത്തന്നെ, സ്ഥിരപ്പെടുത്തി. എന്നാവിൽ തന്നു നീ നവ്യ സങ്കീർത്തനം, നവ്യ സങ്കീർത്തനം. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വാക്യം കാണാപ്പാഠം പഠിക്കാനായിട്ട് ആർക്കെങ്കിലും സാധിച്ചുവെങ്കിൽ കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് താഴോട്ടുള്ള കുറച്ച് വാക്യങ്ങൾ ആർക്കെങ്കിലും കാണാപ്പാഠം പറയാൻ സാധിക്കുന്നു എങ്കിൽ പറയാം. തയ്യാറായിട്ടുണ്ടോ? ഞാൻ പറയട്ടോ? യെസ്. സെക്കൻഡ് വീഡിയോ ഓൺ. ഓക്കെ, പറഞ്ഞോളൂ. നിങ്ങൾക്കും ലവോദിക്ക ഉള്ളവർക്കും ചടത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തെ ഏകീഭവിച്ച് ഹൃദയങ്ങളിൽ ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു. കർത്താവ് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപം ക്ലുപ്തമായിട്ടിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും ചതിക്കാതിരിക്കാൻ ഇത് എഴുതുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആകയാൽ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ കർത്താവിന്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. കർത്താവ് വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തരുന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തെ ഉറച്ചും സ്തോത്രത്തെയും കവിഞ്ഞുമിരിക്കും. ഇത്രത്തോളം പഠിക്കാൻ സാധിച്ചല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. അത് മറക്കുന്നു പോവാതിരിക്കട്ടെ. സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കാൻ ദൈവം കൃപ തരട്ടെ. ദൈവത്തിന് സ്തോത്രം. വേറെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? നീ പറയുന്നുണ്ടോ ആരെങ്കിലും? ഓക്കെ. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും എന്റെ മുഖം നേരിൽ കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിലേക്ക് പോയിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവന്റെ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും വിശ്വാസത്തിൽ നിങ്ങളുടെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആകയാൽ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൽ അവൻ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചെന്നോണം സ്തോത്രത്തിൽ കവിഞ്ഞും വിശ്വാസത്തിൽ ഉറഞ്ഞും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. ഓക്കെ, വെരി ഗുഡ്. അത്രത്തോളം പഠിക്കാനായി കർത്താവ് സഹായിച്ചല്ലോ.
ദൈവത്തിന് സ്തോത്രം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. ആഹാഹാലേലുയാ, 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 ആഹാഹാലേലുയാ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ആഹാഹാലേലുയാ, 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 ആഹാഹാലേലുയാ. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും പുകഴ്ചയും സർവശക്തനായ ദൈവത്തിന് ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ 6-7 ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവിൻ. സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവിൻ. അവനിൽ വേരൂന്നണം, പണിതുയർത്തപ്പെടണം,
വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കണം. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കുവിൻ. പിശുക്കായിട്ട് സ്തോത്രം പറയേണ്ട കാര്യമില്ല. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. പാപികളിൽ ഒന്നാമനായ പൗലോസ് ക്രിസ്തുവിൻ്റെ കൃപ മൂലം രക്ഷിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഒന്നോ രണ്ടോ കാര്യങ്ങളെ ചൊല്ലിയല്ല, പറഞ്ഞു തീരാത്ത ദാനം പ്രതി, പറഞ്ഞു തീരാത്ത ദാനത്തെ പ്രതി ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ പക്വത പ്രാപിച്ച ഒരു വിശ്വാസി, ക്രിസ്തുവിൽ വേരൂന്നിയ ഒരു വിശ്വാസി, പണിതുയർത്തപ്പെട്ട ഒരു വിശ്വാസി, അവന് എന്ത് നഷ്ടം വന്നാലും തകർച്ച വന്നാലും സ്തോത്രം പറയുവാൻ കാരണമുണ്ടാകും. ഒരിക്കലൊരു പാസ്റ്റർ, അദ്ദേഹം എപ്പോഴും സ്തോത്രം പറയും. ഞായറാഴ്ച സഭാരാധന ലീഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയുവാൻ എന്തെങ്കിലും കാരണമുണ്ടാകും. ഒരു ദിവസം വലിയ മഞ്ഞുവീഴ്ചയാണ്, കഠിനമായ മഞ്ഞുവീഴ്ച, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിശ്വാസികൾ ചിന്തിച്ചു, ഇന്ന് ഈ പാസ്റ്റർ എന്തിനു വേണ്ടിയാണ് ദൈവത്തെ സ്തുതിക്കുക, കൃതജ്ഞത അർപ്പിക്കുക? പുറമെ ഭയങ്കര തണുപ്പും മഞ്ഞുവീഴ്ചയുമാണ്. പക്ഷേ പാസ്റ്റർ പറഞ്ഞു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കാരണം എല്ലാ ദിവസവും ഇതുപോലെ അല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്യു ഹെൻറി എന്ന ഒരു ബൈബിൾ കമൻറ്റേറ്റർ ഉണ്ട്. ഒരിക്കൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ കൊള്ളക്കാർ അദ്ദേഹത്തെ കൊള്ളയടിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്തോത്രം പറയുവാൻ 4 കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഇതുവരെയും എന്നെ ആരും കൊള്ളയടിച്ചിട്ടില്ല, ഇതാദ്യമായിട്ടാണ്, അതുകൊണ്ട് സ്തോത്രം. രണ്ടാമതായി, അവർക്ക് അധികം പണമൊന്നും എന്നിൽ നിന്ന് കിട്ടിയിട്ടില്ല, അതിനായി സ്തോത്രം. മൂന്നാമതായി, അവർ എൻ്റെ പണം മാത്രമേ എടുത്തിട്ടുള്ളൂ, എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി, എന്നെ അവർ കൊന്നില്ല. നാലാമതായി, ഞാൻ സ്തോത്രം പറയാനുള്ള കാരണം, അവരാണ് എന്നെ കൊള്ളയടിച്ചത്, ഞാനല്ല അവരെ കൊള്ളയടിച്ചത്. എൻ്റെ ജീവിതത്തിൽ ദൈവകൃപ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും ഒരു കൊള്ളക്കാരനായി അവരെ പോലെ തന്നെ ആയേനെ. പ്രിയമുള്ളവരെ, സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കുവിൻ. ഇസ്രായേൽ മക്കൾ, ദൈവം അവർക്ക് അനവധിയായ നന്മകൾ കൊടുത്തിട്ടും അത് മനസ്സിലാക്കാൻ പറ്റാതെ പലപ്പോഴും അവർ പിറുവിറുപ്പുകാരായി. അങ്ങനെ പിറുവിറുപ്പുകാരാകരുത് എന്നാണ് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 10 പൗലോസ് പറയുന്നത്. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. എഫേസ്യ ലേഖനം 5:20. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അത് സംബന്ധിച്ച് ചില വാക്യങ്ങൾ വായിക്കുകയാണ്. നമ്മൾ കർത്താവിൽ തൃപ്തരാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അധരഫലം എന്ന സ്തോത്രയാഗം നമ്മൾ ഇടപെടാതെ അർപ്പിക്കുന്നു. ഞാൻ ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അത്യന്തപരമായി കർത്താവേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. തെളിവെന്താണ്? നന്ദി എൻ്റെ ഹൃദയത്തിലും എൻ്റെ അധരത്തിലും. എഫേസ്യർ 5:20. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എപ്പോഴും, എല്ലാറ്റിനും വേണ്ടി, ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. വല്ലപ്പോഴുമല്ല, ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ടല്ല, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും. വേദന തരുന്ന അനുഭവങ്ങൾ, സന്തോഷം തരുന്ന അനുഭവങ്ങൾ. ഏതു തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഫിലിപ്പിയ ലേഖനം 4 പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. ഫിലിപ്പിയ 4:4 നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ.
കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഒരു നീണ്ട പെറ്റീഷൻ അർപ്പിക്കുകയല്ല, യാചിക്കുമ്പോൾ സ്തോത്രവും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ താങ്ക്സ് ഗിവിങ് നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അതുകൊണ്ടാണ് ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യാനാണ് തിരുവചനം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എബ്രായ ലേഖനം 13:15 അവനിലൂടെ നമുക്കെല്ലായ്പ്പോഴും, വല്ലപ്പോഴുമല്ല, അവനിലൂടെ നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവിടുത്തെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. സ്തോത്രം പറയാൻ ഏത് സമയവും ഏത് സാഹചര്യവും അനുയോജ്യമാണ്. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ സംരക്ഷണവും വിടുതലും സമൃദ്ധമായി അനുഭവിച്ചതുകൊണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത്? സങ്കീർത്തനങ്ങൾ 34:1, സങ്കീർത്തനം 34:1 കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. ഒരു ഭക്തന് ഭൗതിക നേട്ടങ്ങൾ വന്നാലും ശരി പോയാലും ശരി, അവൻ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഇയ്യോബ് ഭക്തനാണ്, നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്. പക്ഷേ വലിയ തകർച്ചകൾ വന്നു, വസ്തുക്കൾ പോയി, മക്കൾ പോലും നഷ്ടപ്പെട്ടു, ഇതാ ആരോഗ്യവും നഷ്ടപ്പെട്ടു. ഒരു പിറുപിറുപ്പുമില്ല. യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബ് 1:20 തൊട്ട് ഇയ്യോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ഡനം ചെയ്തു, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് തരുമ്പോൾ സ്തോത്രം പറയാൻ എളുപ്പമാണ്. കർത്താവ് എടുക്കുമ്പോഴോ? കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 50:23 സങ്കീർത്തനങ്ങൾ 50:23 ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ബലിയായി കൃതജ്ഞത, സ്തോത്രം അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ കർത്താവിനെ ബഹുമാനിക്കുന്നു. സെബാസ്റ്റ്യൻ ബ്രദർ 100-ാം സങ്കീർത്തനം 1-5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 100-ാം സങ്കീർത്തനം വായിക്കുന്നു. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാകുന്നു. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 100:1-5 വരെ. കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. 107-ാം സങ്കീർത്തനം 1-ാം വാക്യം. കർത്താവിന് നന്ദി പറയുവിൻ,
അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തനങ്ങൾ 118 28 തൊട്ട് 29 വരെ. 118 സങ്കീർത്തനം 28 തൊട്ട്. അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. 135 സങ്കീർത്തനം 135 സങ്കീർത്തനം 1 തൊട്ട് 3 വരെ. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. വിലാപങ്ങൾ 3-ാം അധ്യായം 22 തൊട്ട് 24 വരെ. വിലാപങ്ങൾ 3-ാം അധ്യായം 22 തൊട്ട്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. ഇനി നന്ദി പറയാത്തവരുണ്ടോ? സാധാരണ എല്ലാ ദൈവമക്കളും നന്ദി പറയുന്നവരാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടും വേണ്ട വിധം നന്ദി പറയാതെ പരാതിയുമായി നടക്കുന്ന ആളുകളുമുണ്ട്. ഒരുപക്ഷെ ദൈവമക്കളുടെ കൂട്ടത്തിലും അത്തരക്കാരെ കണ്ടു എന്ന് വരാം. ലൂക്കോസ് 17:11 തൊട്ട്. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ, അതായത് യേശുക്രിസ്തു, സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമറിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? 10 പേർക്ക് സൗഖ്യമായി. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയക്കാരനായിരുന്നു. ഇന്ന് സ്നാനപ്പെട്ട് ചർച്ചിലേക്ക് വന്നു. പല അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ആശ്വാസം കിട്ടി. കുറച്ചു കാലം വന്നു, പിന്നെ പാടെ പിന്മാറിപ്പോയവരുണ്ട്. ഇനി ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും എന്നോട് കർത്താവ് നീതി പുലർത്തിയില്ല, മറ്റുള്ളവരെയൊക്കെ എത്രത്തോളം അനുഗ്രഹിച്ചു, എൻ്റെ അവസ്ഥ കണ്ടില്ലേ, അങ്ങനെ പറഞ്ഞിരിക്കുന്നവരും ഉണ്ടായിരിക്കാം. എന്തായാലും ക്രിസ്തുവിൽ വേരൂന്നിയ, അവനിൽ പണിതുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിക്ക് ഏത് സാഹചര്യത്തിലും നഷ്ടം വരട്ടെ, ലാഭം വരട്ടെ, അനുകൂല സാഹചര്യങ്ങളോ തടസ്സങ്ങളോ വരട്ടെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഉണ്ടായിരിക്കും. 1 തെസ്സലോണി 5-ാം അധ്യായം 15 തൊട്ട്. 1 തെസ്സലോണി 5-ാം അധ്യായം 15 തൊട്ട്. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നമുക്ക് കുറ്റം പറയാനും മറ്റുള്ളവരെ അനാവശ്യമായി വിധിക്കാനും വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാനും സമയമില്ല. നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക, തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യുക. പിന്നെ എന്താണ് ദൈവഹിതം? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, മുഖം വാടി
വല്ലാത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ കാര്യമില്ലാതെ വന്നാൽ ആകെ അസ്വസ്ഥത പ്രകടിപ്പിച്ച് ഈ കറിക്ക് രുചിയില്ല, അല്ലെങ്കിൽ ഇന്ന് കാലാവസ്ഥ ശരിയല്ല, ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും പിറുപിറുപ്പ്, ഭക്ഷണം കഴിക്കുമ്പോഴും പിറുപിറുപ്പ്, ഗവൺമെൻറ് അധികാരികൾ ശരിയല്ല അപ്പോഴും പിറുപിറുപ്പ്, ഒന്നിലും നന്മ കണ്ടെത്താൻ പറ്റാതെ ആകെ പിറുപിറുപ്പ്. അങ്ങനെയുള്ളവർ അവരുടെ കൂടെ യാത്ര ചെയ്യുന്നവരെയും താമസിക്കുന്നവരെയും ഒക്കെ വല്ലാതെ വിഷമത്തിലാക്കും. അവരുടെ ഉള്ളിലുള്ള അതൃപ്തി അവർ മറ്റുള്ളവരിലേക്കും കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ്. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. കർത്താവിലുള്ള സന്തോഷമാണ്, ലൗകിക കാര്യങ്ങളിലുള്ള സന്തോഷമല്ല. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. അത് ദൈവഹിതമാണ്. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ദൈവത്തിന് സ്തോത്രം പറയുക. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. പിന്നെ നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മളെ കർത്താവ് രക്ഷിച്ചു. നമ്മുടെ സ്ഥിരവാസം ഭൂമിയല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോകുന്നവരാണ്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഭൂമി ദൈവക്രോധത്താൽ അഗ്നി കൊണ്ട് നശിക്കും. നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി, അതിനായി നാം കാത്തിരിക്കുകയാണ്. ഏറ്റവും വലുത്, എറ്റേണലായത് ലഭിക്കാൻ പോകുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഇനി സ്വർഗത്തിൽ പോയാലോ? അവിടെയും കൃതജ്ഞതാ സ്തോത്രം തന്നെയാണ്. എത്ര കാലം? നിത്യത മുഴുവൻ. എബ്രായ ലേഖനം 12:26 തൊട്ട്, എബ്രായ 12:26 തൊട്ട്, അന്ന് അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി, എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ്. ഇളക്കപ്പെടാൻ പാടില്ലാത്തവ നിലനിൽക്കാൻ വേണ്ടിയാണ് ഇത്. ആ വചനഭാഗത്തിൽ സ്തോത്രം പറയണം എന്നുകൂടി ഉണ്ട്. അത് അതിലുള്ള ഒന്ന് എബ്രായ ലേഖനം 12:28 ആകെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുണ്ട് നാം നന്ദിയുള്ളവരായ ദൈവത്തിന്റെ പ്രസാദപരമായ ഭയത്തോടും ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യും. അത് എത്രാമത്തെ വാക്യാണ്? 12-ാം അധ്യായം 28. 28 ഓക്കെ. എബ്രായ ലേഖനം 12:28, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി. എന്തുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കണം? ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. അതേ എബ്രായ ലേഖനം 12-ാം അധ്യായം 14 തൊട്ട് എല്ലാവരോടും 13-ാം അധ്യായമാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 14 തൊട്ട് വായിക്കുന്നു. എബ്രായ 13. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. മറ്റുള്ളവർ, രക്ഷിക്കപ്പെടാത്തവർ അങ്ങനെ നന്ദിയൊന്നും ദൈവത്തിന് പറയാറില്ല. വല്ലപ്പോഴും പറയുന്നുണ്ടാകാം അവരുടെ ബോധ്യം അനുസരിച്ച്. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നത് അതെന്താണ് കാണിക്കുന്നത്? ഒരു ഇളകാത്ത രാജ്യം അത് പ്രാപിക്കാനായി പോകുന്ന വ്യക്തികളാണ് ഇപ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രയും നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. എബ്രായ 12:28, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ
സേവ ചെയ്യുക. നാം ഇതുവരെ ധ്യാനിച്ചത് കൊളോസ്യ ലേഖനം 2:7 കൊളോസ്യ 2:7. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവിൻ. സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും വാക്യങ്ങൾ വായിച്ചത്. ഇനി നമുക്ക് അടുത്ത വാക്യം കൊളോസ്യ ലേഖനം 2:8 പ്രവേശിക്കാം. കൊളോസ്യ ലേഖനം 2:8. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. കൊളോസ്യ 2:8. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കൊളോസ്യ 2:8 ഇംഗ്ലീഷിൽ, See to it that no one takes you captive through philosophy and empty deception, according to the tradition of men, according to the elementary principles of the world, rather than according to Christ. അനേക കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു വാക്യമാണ് ഇത്. നമുക്ക് പാർട്ട് ബൈ പാർട്ടായി വായിക്കാം. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്, See to it that no one takes you captive through philosophy and empty deception. ഈ കൊളോസ്യ വിശ്വാസികൾ ആദ്യം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരായിരുന്നില്ല. ഈ ലോകത്തിൻ്റെ തത്വചിന്തകളും പാരമ്പര്യങ്ങളും പൈശാചിക സേവകളും മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച ആചാരങ്ങളും അതിൻ്റെ എല്ലാം അടിമകളായിരുന്നു. അന്ന് അവർ ബന്ധിക്കപ്പെട്ടവരായിരുന്നു. പക്ഷെ യേശു എന്താണ് ചെയ്തത്? പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. പാപത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും മാനുഷിക ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ തത്വചിന്തകളുടെ അടിമകളായി കഴിഞ്ഞിരുന്ന അവർ, ഒരിക്കലും നിത്യജീവൻ കൊടുക്കാൻ കഴിവില്ലാത്ത ആശയങ്ങളും സിദ്ധാന്തങ്ങളും ആചാരങ്ങളും അതിൻ്റെ പുറകെ പോയിരുന്ന ഇവർ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തി. ഇപ്പോഴിവർ പരിശുദ്ധാത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ക്രിസ്തു ഇവർക്ക് ആ മതപരമായ പൊള്ളത്തരങ്ങളിൽ നിന്ന് വിമോചനമേകി. പുത്രൻ അവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷേ 1-ാം നൂറ്റാണ്ടിൽ ചില കള്ള ഉപദേശിമാരുണ്ട്. അവരെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായിരുന്നില്ല. ദൈവമക്കളെ കബളിപ്പിക്കുവാൻ അവർ സഭകളിൽ നുഴഞ്ഞു ചെല്ലുമായിരുന്നു. അവർക്കെതിരെയുള്ള താക്കീത് പൗലോസ് മാത്രമല്ല, പത്രോസും ഒക്കെ നൽകുന്നുണ്ട്. കാരണം കളയും ഒരു ഭാഗത്തുണ്ട്, നല്ല വിത്തും ഒരു ഭാഗത്തുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:31 വായിക്കുകയാണ്. യോഹന്നാൻ 8:31 തൊട്ട്. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യേശുക്രിസ്തു ദൈവപുത്രനാൽ സ്വതന്ത്രരാക്കപ്പെട്ട വിശ്വാസികളുടെ ഗണമാണ് കൊളോസിയിലുള്ളത്. അവർക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ അവർക്ക് ചില മുന്നറിയിപ്പുകൾ പൗലോസ് കൊടുക്കുകയാണ്. ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് അവർ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷികളെ പോലെയായിരുന്നു. പാരമ്പര്യത്തിൻ്റെ തടവറ, പിശാചിൻ്റെ ബന്ധനം, അന്ധത,
മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച തത്വചിന്തകൾ ഇതിൻ്റെ എല്ലാം ബന്ധനത്തിലായിരുന്നു. എന്നാൽ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ കൂടുവിട്ട് ആകാശത്തിലേക്ക് സ്വാതന്ത്ര്യത്തോടെ പറന്നുയരുന്ന പക്ഷികളുടെ അവസ്ഥ ഇവർക്ക് കിട്ടി. ഇനി വീണ്ടും ഇവർ ആ അടിമത്തത്തിലേക്ക് പോകാൻ പാടില്ല. ഇന്ന് ചിലപ്പോൾ ചില വിശ്വാസികൾക്ക് സംഭവിക്കുന്നത് ഒരു പാരമ്പര്യം വിട്ട് മറ്റൊരു പാരമ്പര്യത്തിൻ്റെ അടിമയാകും. യാക്കോബായ, മർത്തോമ, കത്തോലിക്ക അല്ലെങ്കിൽ ചില അക്രൈസ്തവ മതങ്ങൾ ആ പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു കടന്ന് വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് വരുന്നു, സ്നാനപ്പെടുന്നു. പക്ഷെ ഇവിടെയും ചിലപ്പോൾ വചനവിരുദ്ധങ്ങളായ പല പാരമ്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വീണ്ടും വചനവിരുദ്ധങ്ങളായ പാരമ്പര്യത്തിൻ്റെ അടിമകളായി കഴിയുന്നു. ഒരിക്കൽ വചനവിരുദ്ധമായ ഒരു പാരമ്പര്യത്തിൻ്റെ അടിമയായിരുന്നു. അതിൽ നിന്ന് കർത്താവ് അവരെ വിടുവിച്ചതാണ്. ഇപ്പോഴിതാ അറിയാതെ ആത്മീയമെന്ന് കരുതുന്ന ചില വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളുടെ ചടങ്ങുകളുടെയൊക്കെ അടിമകളായി കഴിയുന്നവരുണ്ട്. ചില സഭകളാകട്ടെ ഇന്ന് ക്രിസ്തുവിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിയത്തിനും പ്രതിമാവണക്കത്തിനും ഒക്കെയാണ്. ഒരുപാട് വഞ്ചന നിറഞ്ഞ ഉപദേശങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ, പ്രോസ്പെരിറ്റി ഗോസ്പൽ ഒരു ഭാഗത്തുണ്ട്, വ്യാജകൃപയുടെ സുവിശേഷം ഉണ്ട്. അപ്പസ്തോലന്മാർ എപ്പോഴും ദുരുപദേശകർക്കെതിരെ വിശ്വാസികൾക്ക് വാണിംഗ് കൊടുത്തുകൊണ്ടിരുന്നു. 1 പത്രോസ് 5:8 നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. ഇനി 1 പത്രോസ് 5:9 ഒരാൾക്ക് കിട്ടിയാലെന്ന് വായിക്കാം. 1 പത്രോസ് 5:9 1 പത്രോസ് 5:9 ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി. 1 പത്രോസ് 5:9 ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുവിൻ. ഈ ദുരുപദേശങ്ങളുടെ പുറകിലും പ്രവർത്തിക്കുന്നത് പഴയ പാമ്പാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി, ഒന്നിലും കുലുങ്ങാൻ പാടില്ല, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുവിൻ. കൊളോസ്യ ലേഖനം 2:8 സെബാസ്റ്റ്യൻ ബ്രദർ ഒന്ന് വായിക്കാം. കൊളോസ്യ 2:8 കൊലോസ്യർ 2:8 തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പേൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. കൊളോസ്യ 2:8 ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ വാക്യത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് നോ വൺ ടേക്സ് യു ക്യാപ്റ്റീവ്. നിങ്ങളെ ആരും അടിമകളാക്കി പിടിച്ചുകൊണ്ടു പോകരുത്. ദാറ്റ് നോ വൺ ടേക്സ് യു ക്യാപ്റ്റീവ്. അപ്പസ്തോലന്മാർ പത്രോസും പൗലോസും 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷം പറഞ്ഞ് സഭകൾ സ്ഥാപിക്കും. ചിലപ്പോൾ അപ്പസ്തോലന്മാരുടെ അഭാവത്തിൽ ചെന്നായ്ക്കൾ അഥവാ ദുരുപദേഷ്ടാക്കൾ വന്ന് വിശ്വാസികളിൽ ദുരുപദേശം എന്ന വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചിരുന്നു. അതിനെതിരായി അപ്പസ്തോലന്മാർ വിശ്വാസികൾക്ക് താക്കീത് കൊടുത്തു. കൊളോസ്യ ലേഖനത്തിൽ മാത്രമല്ല, മറ്റു പല ലേഖനങ്ങളിലും ദുരുപദേശങ്ങൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത ഉള്ളവരായിരിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:28 തൊട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:28 തൊട്ട് വായിക്കുന്നു. നിങ്ങളെയും, ഇവിടെ എഫേസോസിലെ മൂപ്പന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. എഫേസോസിലെ മൂപ്പന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഒരു സഭാശുശ്രൂഷകൻ തൻ്റെ ആടുകളെ പിശാച് മോഷ്ടിക്കുമോ, അവരിൽ ദുരുപദേശമെന്ന കള വിതയ്ക്കുമോ
എല്ലാം ശ്രദ്ധിക്കണം. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ, സഭ ഏതെങ്കിലും പാസ്റ്ററുടെ കുത്തകയല്ല, പാസ്റ്ററല്ല വിശ്വാസികളെ രക്ഷിക്കുവാൻ രക്തം ചൊരിഞ്ഞത്, അത് കർത്താവാണ്. എന്നാൽ ആ സഭാ വിശ്വാസികളെ മേയ്ക്കുവാൻ കർത്താവ് ആക്കി വെച്ചു. അതാണ് കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ, ദുരുപദേശകന്മാരെ പൗലോസ് വിളിക്കുന്ന ഒരു പേരാണ് ഇത്. കാരണം ചെന്നായ കാരുണ്യം കൂടാതെ കടിച്ചു കീറി കൊല്ലും. ചെന്നായുടെ സ്വഭാവം ദുരുപദേഷ്ടാക്കൾക്കുള്ളത് കൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ ആട്ടിൻകൂട്ടത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. 3 വർഷം രാപ്പകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി, ഇവിടെ കൊളോസ്യർ 2:8 എഴുതിയിരിക്കുന്നത് ദാറ്റ് നോ വൺ ടേക്സ് യു ക്യാപ്റ്റീവ്. എബ്രായ ലേഖനം 13:9, എബ്രായ 13:9 വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ഇല്ല. ആചാരപരമായി ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഇവിടെ കൊളോസ്യർ 2:8 ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും, ഫിലോസഫി. ചില ദുരുപദേഷ്ടാക്കൾ ഫിലോസഫി, തത്വചിന്ത പറയുമ്പോൾ ഇതെന്തോ വലിയ കാര്യമാണെന്ന് തോന്നിപ്പോകും. പക്ഷേ വചനത്തിന് വിരുദ്ധമായ ആശയമാണെങ്കിൽ ആ തത്വചിന്ത ആരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. നരകത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ അത്തരം തത്വചിന്തകൾ സഹായിക്കുന്നുള്ളൂ. 2 പത്രോസ് 2:19 മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന അവർ തന്നെ നാശത്തിൻ്റെ അടിമകളാണ്. കാരണം ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണവൻ. 2 പത്രോസ് 2-ാം ഏകദേശം മുഴുവനും വ്യാജപ്രവാചകന്മാർക്കുള്ള താക്കീതാണ്. അവർ വശീകരണ വാക്ക് പറഞ്ഞ് വിശ്വാസികളെ വാണിഭമാക്കാൻ ശ്രമിക്കുന്നവരാണ്. വിശ്വാസികളെ മ്ലേച്ഛമായ പാപങ്ങളിലേക്കും കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവരാണ്. അവരുടെ പ്രത്യേകത പറയുകയാണ്, മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന അവർ തന്നെ നാശത്തിൻ്റെ അടിമകളാണ്. കാരണം ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണവൻ. ഈ വ്യാജപ്രബോധനങ്ങൾ പറയുന്ന വ്യക്തി ഇതേതോ വലിയ കണ്ടുപിടുത്തമാണ് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഫിലോസഫി, അത് പറയുന്ന വ്യക്തികൾ തന്നെ പലതരത്തിലുള്ള ജഡീക പാപങ്ങളുടെ പിടിയിലാണ് കിടക്കുന്നത്. എന്നിട്ട് അവർ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം, വിജയകരമായ ജീവിതം, പാപത്തിൻ്റെ മേൽ വിജയം, ഇതൊക്കെ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ 2 പത്രോസ് 2:19 മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന അവർ തന്നെ നാശത്തിൻ്റെ അടിമകളാണ്. കാരണം ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണവൻ. ഹല്ലേലൂയ. ഇന്ന് പല സഭകളിലും യങ്സ്റ്റേഴ്സ് സജീവമായി ആരാധനയിൽ പങ്കെടുക്കുന്നില്ല. സഭായോഗത്തിൽ പോകാനും പലർക്കും താല്പര്യമില്ല. പല ചെറുപ്പക്കാരും പഠിക്കാനായി വിദേശങ്ങളിൽ പോയപ്പോൾ പല കെണികളിലും ദുരുപദേശങ്ങളിലും പെട്ടു. കേരളത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ പോയതാണ്.
സാത്താന്യ സേവയിൽപ്പെട്ടു. പിന്നെ ഭയങ്കര ക്രൂരകൃത്യം ചെയ്തു. ദുരുപദേശങ്ങൾക്ക് അടിമയായാൽ ഏറ്റവും വലിയ ഹീനകൃത്യം ചെയ്യാൻ പോലും മടിക്കില്ല. എന്തുകൊണ്ടാണ്? എല്ലാ ദുരുപദേശങ്ങളുടെയും പുറകിൽ പ്രവർത്തിക്കുന്നത് ആ പഴയ പാമ്പാണ്. ഹവയുടെ അരികിലേക്ക് പാമ്പ് വന്നു. എത്ര മനോഹരമായി സംസാരിച്ചു. അവളെ കുടുക്കി. ദൈവത്തെ പോലെയാകാൻ പറ്റും, നിങ്ങൾ മരിക്കില്ല, വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്, ഭയങ്കര ഫിലോസഫിയാണ് പറഞ്ഞത്. അവൾ വീണുപോയി. 2 പത്രോസ് 2:19. ഓക്കെ. കൊളോസ്യ 2:8 വീണ്ടും വായിക്കുന്നു. See to it that no one takes you captive through philosophy and empty deception, according to the tradition of men, according to the elementary principles of the world, rather than according to Christ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ത്രൂ ഫിലോസഫി. സീ ടു ഇറ്റ് ദാറ്റ് നോ വൺ ടേക്സ് യു ക്യാപ്റ്റീവ് ത്രൂ ഫിലോസഫി. ഫിലോസഫി എന്ന് കേൾക്കുമ്പോൾ നല്ല കാര്യമാണ് എന്ന് തോന്നും. പക്ഷേ ഫിലോസഫിയുടെ ഉത്ഭവം മാനുഷിക ബുദ്ധിയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉത്ഭവം ദൈവം തന്നെയാണ്. അതാണ് ഫിലോസഫിയും ദ വേർഡ് ഓഫ് ഗോഡും തമ്മിലുള്ള വ്യത്യാസം. കേൾക്കുമ്പോൾ മനോഹരമായ ആശയങ്ങളാണെന്ന് തോന്നും. പക്ഷേ അത് വചനവിരുദ്ധമാണെങ്കിൽ ആ മനോഹരങ്ങളായ ആശയങ്ങൾ, തത്വചിന്തകൾ കേൾവിക്കാരെ സ്വർഗത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, നരകത്തിലേക്കാണ്. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അന്ന് പ്രസിദ്ധരായ തത്വചിന്തകന്മാരുടെ തത്വചിന്തകൾക്ക് വലിയ പ്രാധാന്യം കിട്ടിയിരുന്നു. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ് വലിയ ചിന്തകന്മാരാണ്. ധാരാളം ആളുകൾ അവരുടെ ചിന്തകൾക്ക് വശംവദരായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഫിലോസഫേഴ്സ് തന്നെ നിത്യജീവൻ എന്താണെന്ന് മനസ്സിലാക്കിയവരല്ല. അതുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് ആർക്കും പാപക്ഷമയോ നിത്യജീവനോ ഇതുവരെ കിട്ടിയിട്ടില്ല. മാനുഷിക ബുദ്ധിയിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന ചില ആലോചനകളൊക്കെയാണ് ഇന്ന് ചില ഫിലോസഫികളിലും നിറഞ്ഞിരിക്കുന്നത്. ഫിലോസഫി വാസ്തവത്തിൽ സത്യം അന്വേഷിക്കുകയാണ്. എവിടെയാണ് സത്യം? എവിടെയാണ് സത്യം? ഓരോ മനുഷ്യനും, ഓരോ ചിന്തകനും അവൻ്റെ ബുദ്ധിയിൽ ഇതായിരിക്കും സത്യം, അത് കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ബൈബിൾ അങ്ങനെയല്ല. യേശുവാണ് സത്യം. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഈ യേശു ക്രിസ്തുവിലേക്ക് നയിക്കാത്ത ഒരു ഫിലോസഫി, അത് ചർച്ചിനകത്ത് മുഴങ്ങിയാലും ചർച്ചിന് പുറത്ത് മുഴങ്ങിയാലും ഒരു ഗുണവും ആർക്കും ചെയ്യുന്നില്ല. യേശുവിലേക്ക് നയിക്കാത്ത ഫിലോസഫികൾ ആർക്കും ജീവൻ കൊടുക്കുന്നില്ല. ഫിലോസഫി അറിവ് നൽകുന്നതാണ്. ഒരു മിനിറ്റ്, ദൈവത്തിന് സ്തോത്രം. ഒന്ന് കഷ്ടവും മഹാശാസനയും നിന്ദയുമുള്ള കഷ്ടവും മഹാശാസനയും ഉള്ളം കലക്കും കള്ള സഹോദരന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ,
കർത്തൻ ജയം നൽകിടും നിശ്ചയം നിശ്ചയമേ സ്തോത്രഗീതം പാടു നീ മനമേ കർത്തൻ ജയം നൽകൂ നൽകിയിടും നിശ്ചയമായി. യാതൊരു മാനുഷിക തത്വചിന്തകളും മനുഷ്യന് ആത്മരക്ഷ നൽകുന്നില്ല. മരണത്തിന് ശേഷം നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം, ഒരു മനുഷ്യന് എങ്ങനെ എറ്റേണൽ ലൈഫ് ലഭിക്കാൻ, ഒരു മനുഷ്യന് എങ്ങനെയാണ് എറ്റേണൽ ലൈഫ് ലഭിക്കുക, അത് പറയുന്ന ഒരു ഫിലോസഫിയും ഇല്ല. ചില തത്വചിന്തകൾ സാധാരണക്കാർക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാതെ ചില ബുദ്ധിജീവികൾക്ക് മാത്രം ധ്യാനിക്കുവാൻ കൊള്ളാകുന്ന ചില വിഷയങ്ങളാണ് ചില തത്വചിന്തകളിൽ ഉള്ളത്. ചിലരാകട്ടെ ചില വ്യത്യസ്തങ്ങളായ തത്വചിന്തകൾ വായിച്ചും ധ്യാനിച്ചും ആകെ വല്ലാതെ കൺഫ്യൂഷനിൽ എത്താറുണ്ട്. ജീവൻ്റെ ഉറവിടം യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലേക്ക് നയിക്കാത്ത ഉപദേശങ്ങളൊന്നും ആർക്കും ഒരു പ്രയോജനവും തരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തത്വചിന്തകളുടെ ഉറവിടം മാനുഷിക ബുദ്ധിയാണ്. അതുകൊണ്ട് അവയ്ക്ക് ആർക്കും നിത്യജീവൻ കൊടുക്കുവാനുള്ള കഴിവില്ല. ഫിലോസഫി ലോകജ്ഞാനം തരുന്നുണ്ടായിരിക്കും. മറ്റു മനുഷ്യരുടെ മുമ്പാകെ ഞാൻ വലിയ പണ്ഡിതനാണ്, അങ്ങനെ നടിക്കുവാൻ ഫിലോസഫി തീർച്ചയായിട്ടും ഒരുപക്ഷെ സഹായിച്ചു എന്ന് വരാം. പക്ഷെ ഒരിക്കലും ഫിലോസഫി യഥാർത്ഥ ദൈവിക ജ്ഞാനം തരികയില്ല. കൊളോസ്യ ലേഖനം 2:4 ഒന്ന് വായിക്കുകയാണ്. കൊളോസ്യ ലേഖനം 2:4. ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനം 2:8 വാക്യമാണ്. ഈ 2-ാം അധ്യായം അതിൻ്റെ പ്രധാന വിഷയം ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. പൗലോസ് ദുരുപദേഷ്ടാക്കന്മാരെക്കുറിച്ചും അവരുടെ ദുരുപദേശത്തെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് വിശ്വാസികൾക്ക് യേശുവിൻ്റെ മഹത്വവും വിശ്വാസികൾ നിലനിൽക്കുവാൻ ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുവാൻ വേണ്ട പ്രബോധനങ്ങളും പഠനങ്ങളും നേരത്തെ നൽകുന്നുണ്ട്. അല്ലാതെ വെറും ദുരുപദേശത്തിൽ കുടുങ്ങരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് യഥാർത്ഥ ഉപദേശം, എന്താണ് ജീവൻ്റെ വചനം, അതെല്ലാം നേരത്തെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുക്കാതെ ദുരുപദേശത്തിൽ കുടുങ്ങരുത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആദ്യം സത്യം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കണം. അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വിശ്വാസികൾ ഒരിക്കലും ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ പിടിയിൽ വീഴരുത്. കൊളോസ്യ 2:4. ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ചതിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്, വഞ്ചനാത്മകമായ വശീകരണ വാക്കുകൾ. ഇനി കൊളോസ്യ 2:3. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഏതോ മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച ഫിലോസഫേഴ്സിൻ്റെ ചിന്താമണ്ഡലത്തിലല്ല, അവരുടെ ഗ്രന്ഥങ്ങളിലുമല്ല യഥാർത്ഥ ദൈവിക ജ്ഞാനം കിടക്കുന്നത്. അത് പൗലോസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുകളിൽ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അല്ലാതെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് ഇവരിലൊന്നുമല്ല യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ നിധികൾ ഒളിഞ്ഞു കിടക്കുന്നത്. അത് ക്രിസ്തുവിലാണ്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. 1 തിമോത്തി 6:20 തൊട്ട്. അല്ലയോ തിമോഥെയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. അധാർമികമായ വ്യർത്ഥഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഒരാൾക്ക് 1 തിമോത്തി 6:20 തൊട്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കാം. സത്യവേദ പുസ്തകത്തിൽ നിന്ന് 1 തിമോത്തി 6:20 തൊട്ട്. അധാർമികമായ വ്യർത്ഥഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്ന് തീർത്തും അകന്നു പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ മാനുഷിക ബുദ്ധിയിലുള്ള തത്വചിന്തയിൽ കൊടുങ്ങി പലരും ക്രിസ്തുവിശ്വാസം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇന്നും അപൂർവം അങ്ങനെ സംഭവിക്കാറുണ്ട്. ആർക്കെങ്കിലും കിട്ടിയോ 1 തിമോത്തി 6:20?
Yeah. അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃതാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. തിമത്തിയോസ് പൗലോസിന്റെ കൂടെ നടന്ന് വചനം കേട്ട് പൗലോസിനെ ശുശ്രൂഷയിൽ സഹായിച്ചവനാണ്. ആ തിമത്തിയോസ് പോലും വഴിതെറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. ആ തിമത്തിയോസിന് പോലും പൗലോസിന് ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വന്നു. 2 തിമോത്തി 6:20. അല്ലയോ തിമത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ, ശരിക്കും അത് ജ്ഞാനമല്ല, പക്ഷെ ഭയങ്കര ജ്ഞാനമാണ് എന്ന രീതിയിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. തർക്കസൂത്രം ചിലരെ തോൽപ്പിക്കാൻ പറ്റില്ല. ഭയങ്കര തർക്കത്തിലും വാദത്തിലുമൊക്കെ ഏർപ്പെട്ട് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ കഴിവുള്ള ധാരാളം ആളുകളുണ്ട്. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അത് പൗലോസിൻ്റെ അനുഭവമാണ്. പല വിശ്വാസികൾ പോലും ഈ തർക്കസൂത്രങ്ങളും ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധങ്ങളായി വൃഥാലാപങ്ങളും അതിൻ്റെ പുറകെ പോയി വിശ്വാസം തന്നെ അവർ ഉപേക്ഷിച്ചു. അല്ലയോ തിമോത്തിയോസ്, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. അധാർമികമായ വ്യർത്ഥ ഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്ന് തീർത്തും അകന്നു പോയിട്ടുണ്ട്. ഭാഗികമായിട്ടല്ല, വിശ്വാസത്തിൽ നിന്നും തീർത്തും അകന്നു പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ നിന്നോടുകൂടെ ഇരിക്കട്ടെ. അപ്പസ്തലനായ പൗലോസ് മാനുഷികമായി നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ ദൈവിക ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലായപ്പോൾ ഇതുവരെ ലാഭമായി കരുതിയതൊക്കെ അദ്ദേഹം നഷ്ടമായി, ഛേദമായി എണ്ണി. 1 കൊരിന്ത്യർ 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ക്രൂശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഗ്രീക്കുകാർക്ക് എന്താണ് വേണ്ടത്? വിജ്ഞാനം. അവർക്ക് ജ്ഞാനം മതി, ആത്മരക്ഷയല്ല, ക്രിസ്തു മുഖാന്തരമുള്ള ശിക്ഷാവിധിയിൽ നിന്നുള്ള വിമോചനവും സ്വർഗരാജ്യ പ്രവേശനവുമല്ല. അവരുടെ ബുദ്ധിക്ക് ദഹിക്കാനായിട്ട് കുറേ ആശയങ്ങൾ അവർക്ക് വേണം. ഓക്കെ, ഇനി സെബാസ്റ്റ്യൻ ബ്രദർ 1 കൊരിന്ത്യർ 1:26 വായിക്കാം. 1 കൊരിന്ത്യർ 1:26 മുതൽ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായം പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ദൈവിക ജ്ഞാനം ദൈവം കൃപയായിട്ടാണ് മനുഷ്യർക്ക് കൊടുക്കുന്നത്. ജ്ഞാനികൾക്കും
ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് ദൈവിക മർമ്മങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. 1 കൊരിന്ത്യർ 1:26 തൊട്ട് 1 കൊരിന്ത്യർ 1:26 തൊട്ട് സഹോദരന്മാരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല. ആ കൊരിന്ത്യ സഭയിൽ വലിയ പഠിത്തവും അക്കാദമിക് നോളജ് ഉള്ളവരൊന്നും അധികം ഇല്ല. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. എനിക്ക് ഭയങ്കര ജ്ഞാനമുണ്ട്, ഭയങ്കര പണ്ഡിതനാണ് എന്ന് അവകാശപ്പെടുന്ന ചിലർക്ക് ദൈവവചന സത്യങ്ങൾക്ക്, ക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്ക് അതിനൊന്നും കീഴ്പ്പെടാൻ പറ്റാതെ അവരുടെ മാനുഷിക ബുദ്ധി അവർക്ക് വലിയൊരു കെണി ആയി മാറുന്ന കാഴ്ചകളൊക്കെ സാധാരണമാണ്. എന്തായാലും അപ്പസ്തോലനായ പൗലോസ് 1-ാം നൂറ്റാണ്ടിലുള്ള ദുരുപദേഷ്ടാക്കന്മാരുടെ പിടിയിൽ നിന്ന് ദൈവസഭയിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി സുവിശേഷ സത്യങ്ങൾ വ്യക്തമായി വിശ്വാസികളെ പഠിപ്പിക്കുകയും അവരെ പ്രബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നും ഇത് ആവശ്യമാണ്. ഇന്ന് ചില സഭകളിൽ കാര്യമായി ഉപദേശങ്ങൾ പഠിപ്പിക്കുകയോ വചനം പഠിപ്പിക്കുകയോ ചെയ്യാറില്ല. വിടുതൽ വ്യാജ പ്രവചനങ്ങൾ, ഇപ്പോൾ നിന്റെ വിഷയത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നിന്റെ നന്മ പിശാച് കൊണ്ടുപോയി, ഇപ്പോൾ പിശാചിൻ്റെ പക്കൽ നിന്ന് നന്മയൊക്കെ തിരിച്ചു വാങ്ങാം. ഇങ്ങനെ വിശ്വാസികളെ പൊട്ടന്മാരാക്കുന്ന ചില പ്രസംഗങ്ങളൊക്കെ ആയിട്ടാണ് പലരും സഭകൾ അങ്ങ് അടക്കി ഭരിക്കുന്നത്. തദ്ഫലമായി യഥാർത്ഥ അപ്പസ്തോലിക ഉപദേശം എന്താണ്, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ചിലരൊക്കെ പെട്ടെന്ന് തെറ്റായ ഉപദേശങ്ങൾക്ക് വശംവദരാകുന്നു. കുറേ വർഷങ്ങൾ ഒരു പെന്തക്കോസ്ത് സഭയിൽ ആരാധനയ്ക്ക് പോയിരുന്നൊരു സഹോദരൻ പെട്ടെന്ന് യഹോവ സാക്ഷിക്കാരുടെ ഉപദേശം കേട്ടപ്പോൾ അതാണ് ശരിയെന്ന് കരുതി അവരുടെ പിന്നാലെ പോയി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇങ്ങനെ സംഭവിക്കുന്നത് അദ്ദേഹം നേരത്തെ ആയിരുന്ന ആ പെന്തക്കോസ്ത് ചർച്ചിൽ യഥാർത്ഥ ക്രിസ്തീയ പ്രബോധനങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിരുന്നില്ല. വിടുതലും അനുഗ്രഹം വാരിക്കൂട്ടലും ഇതൊക്കെയായിരുന്നു അവിടുത്തെ മുഖ്യ വിഷയം. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വിശ്വാസികൾ ദുരുപദേഷ്ടാക്കന്മാർക്ക് കീഴടങ്ങും. അത് വരാതിരിക്കുവാൻ എന്താണ് വേണ്ടത്? പൗലോസ് കൊളോസ്യ സഭയിലെ വിശ്വാസികളോട് എന്താണ് ചെയ്തത്? അദ്ദേഹം പറയുന്നുണ്ട്, കൊളോസ്യർ 1:28 അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. വിശ്വാസികളെ പഠിപ്പിക്കുന്നു, അവർക്ക് പ്രബോധനം കൊടുക്കുന്നു. ഇനി ഈ കൊളോസ്യയിലെ നമ്മൾ ധ്യാനിക്കുന്നത് കൊളോസ്യ 2:8 See to it that no one takes you captive. ആരും നിങ്ങളെ അടിമകളാക്കി കൊണ്ടുപോകരുത്. ത്രൂ ഫിലോസഫി ആൻഡ് എംപ്റ്റി ഡിസെപ്ഷൻ. 2 കാര്യങ്ങളാൽ മറ്റുള്ളവർ നിങ്ങളെ അടിമകളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണ്? ത്രൂ ഫിലോസഫി, തത്വചിന്ത. ആ തത്വചിന്തയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മാത്രമല്ല ആൻഡ് എംപ്റ്റി ഡിസെപ്ഷൻ, അത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. എംപ്റ്റി ഡിസെപ്ഷൻ. ദൈവത്തിൻ്റെ വചനമാണ് ഇത്തരത്തിലുള്ള എംപ്റ്റി ഡിസെപ്ഷൻ, ഈ വ്യാജ ഫിലോസഫി, അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വിശുദ്ധ ലിഖിതത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്. സ്നാനപ്പെട്ടു 30 വർഷം 40 വർഷം കടന്നുപോയി, എന്നിട്ടും ദുരുപദേശങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് വിശ്വാസത്തിൽ നിന്ന് വീണുപോയ പലരുമുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഈ 40 വർഷം കേൾക്കേണ്ട ഉപദേശമൊന്നും ആ ചർച്ചിൽ നിന്ന് കേട്ടില്ല.
അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. മറ്റു പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ആവർത്തന പുസ്തകം 32:47. ആവർത്തനം 32:47. ഒരാൾക്കതൊന്ന് വായിക്കാം. ആവർത്തനം 32:47. ഞാൻ തന്നെ വായിക്കാം, കിട്ടിയില്ലെങ്കിൽ. എന്തെന്നാൽ കിട്ടിയോ? ആവർത്തനം 30. ഇത് നിങ്ങൾക്ക് വൃത്തകാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ്സുണ്ടാകും. ഒരു വാക്യം കൂടി കയറ്റി വായിക്കാം. ആവർത്തനം 32:46 തൊട്ട് വായിക്കാം. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കത്തക്കോണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുകയും. ഇത് നിങ്ങൾക്ക് വൃത്തകാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെ ആകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്ന് ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ്സുണ്ടാകും. ഓക്കെ, താങ്ക് യു സിസ്റ്ററെ. ആവർത്തന പുസ്തകം 32:45 തൊട്ട്. മോശ ഈ സകല വചനങ്ങളും എല്ലാ ഇസ്രായേലിനോടും സംസാരിച്ചു തീർന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കുവാൻ തക്കവിധം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവിൻ. ഒറ്റ വചനവും മറന്നു പോകരുത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവിൻ. ഇത് നിങ്ങൾക്ക് വ്യർത്ഥകാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും കൂടിയാണ് ജീവിക്കുന്നത്. അങ്ങനെ ആത്മീയ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഈ ജീവന്റെ മന്ന ചർച്ചിൽ നിന്ന് വിശ്വാസികൾക്ക് വേണ്ട വിധം കിട്ടുന്നില്ല എങ്കിൽ അവിടെ ആത്മീയ മരണം ഉണ്ടാകും. ദുരുപദേഷ്ടാക്കൾ വന്ന് ആടുകളെ കട്ടുകൊണ്ടുപോകും, നശിപ്പിക്കും. ഫിലിപ്പിയ ലേഖനം 2:14 തൊട്ട് വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2:14 തൊട്ട്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ മക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. ഈ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു വിശ്വാസി ഒരിക്കലും നേരത്തെ പറഞ്ഞ തത്വചിന്തകളും എംപ്റ്റി ഡിസെപ്ഷനും അതിൻ്റെ ഇരകളായി മാറുകയില്ല. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. വളരെ കഷ്ടതകളും തടവും ഒക്കെ സഹിച്ചാണ് ഫിലിപ്പിയിൽ ഒരു സഭയുണ്ടായത്. ആ സഭ നിലനിൽക്കണം, പ്രതികൂലങ്ങളുടെ നടുവിൽ നിലനിൽക്കണം. അതിനവരെന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും. ഒരുപാട് കഷ്ടത സഹിച്ചാണ് ഫിലിപ്പിയിൽ സുവിശേഷം അറിയിച്ചത്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ അത് കാണാം. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. അതായത് ഞാൻ ഓടിയതും അധ്വാനിച്ചതൊക്കെ വ്യർത്ഥമായി പോകും, പാഴായി പോകും. എപ്പോൾ? നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കാതിരുന്നാൽ. എത്രയോ സഭകൾ നല്ല രീതിയിൽ ആരംഭിച്ചതാണ്. നല്ല സഭാശുശ്രൂഷകൻ വിശ്വാസികളെ പരിപാലിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷകൻ മാറിപ്പോയി. വേറെ ചില കള്ളോപദേശികൾ വന്നു. സഭ തകർന്നു, പിളർന്നു. പല വിശ്വാസികളും വിശ്വാസത്തിൽ നിന്ന് പാടെ തെന്നിപ്പോയി. അവർ ഉപേക്ഷിച്ച പാപങ്ങളിലേക്കും പാരമ്പര്യ സഭകളിലേക്കും മതങ്ങളിലേക്കുമൊക്കെ മടങ്ങിപ്പോയി. കാരണം ജീവന്റെ വചനം മുറുകെ പിടിച്ചില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ബിനു ബ്രദറിനെ പ്രാർത്ഥിക്കാൻ ഒഴിവുണ്ടോ? ബിനു? പ്രാർത്ഥിക്കാം. എന്നിട്ട് സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം പരിശുദ്ധനേ, സ്തോത്രം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ദൈവമേ കർത്താവേ, ഞങ്ങളും കർത്താവേ വചനം കേൾക്കുന്നു കർത്താവേ. ദൈവമേ ജീവന്റെ വചനം കർത്താവേ ഹൃദയത്തിന്റെ പലകന്മേൽ എഴുതണമേ അപ്പാ. സ്തോത്രം കർത്താവേ,
ദൈവമേ ഞങ്ങളുടെ മക്കളോടും ദൈവമേ അവരോടും വരുന്ന തലമുറയോടും കർത്താവേ ഈ വചനം പറയുവാനും കർത്താവേ ദൈവം ഞങ്ങളുടെ പ്രാഗൽഭ്യം ഞങ്ങൾക്ക് തരണമേ അപ്പാ സ്തോത്രം. ദൈവമേ കർത്താവേ ഞങ്ങളുടെ കൂടെ ദൈവമേ ചുറ്റുപാട് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ദൈവമേ ജീവന്റെ വചനം എന്തെന്ന് കർത്താവേ ദൈവമേ പറഞ്ഞു കൊടുക്കുവാനുള്ള ദൈവമേ പ്രാഗൽഭ്യം കർത്താവേ ഞങ്ങൾക്ക് തരണമേ അപ്പാ സ്തോത്രം. ദൈവമേ ആ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇതാവുന്നു ഞങ്ങളുടെ ജീവൻ കർത്താവേ, ഇതാവുന്നു ഞങ്ങളുടെ ആശ്രയം കർത്താവേ. ഇത്ര വലിയ ദാനം കർത്താവേ ദൈവമേ ഞങ്ങൾക്കായിട്ട് തന്ന ദൈവമേ അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു അപ്പാ സ്തോത്രം. ഇത്ര വലിയ രക്ഷ കർത്താവേ ഞങ്ങൾക്ക് സൗജന്യമായി തന്നു കർത്താവേ. ദൈവമേ ദൈവമേ നീ എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവില്ല കർത്താവേ സ്തോത്രം. കർത്താവേ സ്തോത്രം. പാപത്തിൽ കടന്നു ഞങ്ങളെ കർത്താവേ നിന്റെ വചനം കർത്താവേ ഉണർത്തി കർത്താവേ ദൈവമേ കർത്താവേ നിന്നിലേക്ക് ദൈവമേ യാത്ര ചെയ്യുവാൻ കർത്താവേ നിന്റെ മുഖം നോക്കി കർത്താവേ നിന്നിലേക്ക് യാത്ര ചെയ്യുവാൻ കർത്താവേ ഇനിയും യാത്ര ചെയ്യേണ്ടതുണ്ട് കർത്താവേ. ദൈവമേ ഇനിയും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പാ സ്തോത്രം. ദൈവമേ നിന്റെ വഴികളിൽ കൂടി ഞങ്ങളെ നടത്തണമേ അപ്പാ സ്തോത്രം. കർത്താവേ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്ന വഴി എന്ന് ഞങ്ങളോട് പറയണമേ അപ്പാ സ്തോത്രം. കർത്താവേ സ്തോത്രം. കർത്താവേ നിന്റെ സാന്നിധ്യത്തിൽ കർത്താവേ എപ്പോഴും ഞങ്ങളെ മറച്ചു കൊള്ളണമേ അപ്പാ സ്തോത്രം. പരിശുദ്ധനെ കർത്താവേ സ്തോത്രം. നിന്റെ വലിയ സന്തോഷവും സമാധാനവും കർത്താവേ നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ പകരണമേ അപ്പാ. ദൈവമേ നിന്നിലുള്ള സമാധാനവും സന്തോഷവും കർത്താവേ ലോകം തരുന്നത് പോലെ അല്ലല്ലോ അപ്പാ സ്തോത്രം. ലോകം തരുന്ന ജ്ഞാനവും സന്തോഷവും ദൈവമേ അതുപോലല്ല കർത്താവേ. നീ തരുന്ന ജ്ഞാനവും സന്തോഷവും കർത്താവേ അന്നിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നു അപ്പാ സ്തോത്രം. അത് ലോകത്തിൽ എവിടെയും ലഭിക്കുന്നില്ല കർത്താവേ. ആ ഒരു സന്തോഷവും സമാധാനവും നിങ്ങളുടെ ആശ്രയവും കർത്താവേ നിങ്ങളുടെ വിശ്വാസവും കർത്താവേ ഞങ്ങൾ വർദ്ധിപ്പിച്ചു തരണമേ അപ്പാ സ്തോത്രം. പരിശുദ്ധനെ സ്തോത്രം. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ സ്തോത്രം. ദൈവമേ അവരെയും കർത്താവേ ദൈവമേ നിന്നുള്ള ആശ്രയം കർത്താവേ അവരിൽ ബലപ്പെടുത്തണമേ അപ്പാ. കർത്താവേ നിന്റെ വചനം അവരെ ബലപ്പെടുത്തണമേ അപ്പാ. നിന്റെ വചനം അവരെ ജീവിപ്പിക്കണമേ അപ്പാ സ്തോത്രം. ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. ദൈവമേ ഇന്നത്തെ ദൈവമേ സാഹചര്യത്തിൽ കർത്താവേ ദൈവമേ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ കർത്താവേ നീനിലല്ലാതെ സത്യവും ദൈവമേ നീതിയും നിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നു അപ്പാ സ്തോത്രം. വേറൊരിടത്തും കർത്താവേ ഈ ഒരു സത്യവും നീതിയും ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പാ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കർത്താവേ നിന്നിൽ മാത്രം ആശ്രയിക്കുവാനും നിന്നിൽ മാത്രമേ ഈ സത്യവും ഈ രക്ഷയും ഉള്ളൂ എന്ന് മനസ്സിലാക്കുവാനും കർത്താവേ ദൈവമേ അവരെയും നീ ദൈവമേ യോഗ്യരാക്കണമേ അപ്പാ സ്തോത്രം. നിന്റെ മുഖം അന്വേഷിക്കുന്നു തലമുറയായി കർത്താവേ അവരെ മാറ്റിയെടുക്കണമേ അപ്പാ സ്തോത്രം. പരിശുദ്ധനെ സ്തോത്രം. ലോകത്തിന്റെ പല ഭാഗത്തിൽ കർത്താവേ യുദ്ധങ്ങളും പ്രയാസങ്ങളും അകപ്പെട്ട് കിടക്കുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ സ്തോത്രം. ദൈവമേ ഞാൻ അറിയാത്തത് കൊണ്ടാണല്ലോ അപ്പാ പലപ്പോഴും അക്രമങ്ങളിലും കർത്താവേ ദൈവമേ യുദ്ധങ്ങളിലും ദൈവമേ പരസ്പരം ആക്രോശിക്കുന്നതിലും അക്രമത്തിലും എല്ലാം ചെന്ന് പെട്ടുപോകുന്നത് അപ്പാ സ്തോത്രം. ദൈവമേ അവരിൽ നിന്ന് കർത്താവേ ദൈവമേ അവരുടെ ഇടയിലേക്ക് സുവിശേഷ പ്രവർത്തകരെ അയക്കണമേ അപ്പാ. ദൈവമേ നിന്നെ മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം അവർക്ക് നൽകണമേ അപ്പാ. അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ അപ്പാ സ്തോത്രം. പരിശുദ്ധനെ സ്തോത്രം. ദൈവമേ സുവിശേഷ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ സ്തോത്രം. നിന്റെ സത്യവചനം കർത്താവേ സംസാരിക്കാൻ കർത്താവേ ദൈവമേ അവരെ സഹായിക്കണമേ. അവർ വായി തുറക്കുമ്പോൾ കർത്താവേ സഭകളിൽ കർത്താവേ നിന്റെ പരിശുദ്ധ വചനം കർത്താവേ ദൈവമേ സംസാരിപ്പാൻ കർത്താവേ നീ അവരെ യോഗ്യരാക്കണമേ അപ്പാ സ്തോത്രം. ദൈവമേ കർത്താവേ എല്ലാ വ്യാജ സുവിശേഷകരെയും സഭയിൽ നിന്ന് മാറ്റി കർത്താവേ സഭകളെ ശുദ്ധീകരിക്കണമേ അപ്പാ. ദൈവമേ അനേക ജനങ്ങൾ കർത്താവേ വ്യാജ സുവിശേഷന്മാരുടെ പിടിയിൽപ്പെട്ട് കിടക്കുന്നു. ദൈവമേ അവരുടെ പിടിയിൽ നിന്ന് അവരെ വിടുവിക്കണമേ അപ്പാ സ്തോത്രം. യഥാർത്ഥ രക്ഷ എന്തെന്ന് അറിയുവാൻ കർത്താവേ അവരെ യോഗ്യരാക്കണമേ. നിന്റെ വചനത്തിലേക്ക് തിരിച്ചു വരുവാൻ കർത്താവേ അവരെ യോഗ്യരാക്കണമേ അപ്പാ സ്തോത്രം. അതിനുള്ള ജ്ഞാനവും ദൈവം അവർക്ക് കൊടുക്കണമേ അപ്പാ സ്തോത്രം. എല്ലാ നന്മകളും കർത്താവേ അവിടുത്തെ ദാനമാവും ഞങ്ങൾ അറിയുന്നു അപ്പാ. ഞങ്ങൾക്ക് പുകഴ്ചുവാൻ ഒന്നുമില്ല കർത്താവേ സ്തോത്രം. ദൈവമേ അഹങ്കാരമുള്ള ഒരു ഹൃദയം ഞങ്ങൾ ആരിലും ഉണ്ടാകരുതേ അപ്പാ സ്തോത്രം. ദൈവമേ നിനക്ക് ഇഷ്ടമുള്ള ദൈവമേ മാംസളമായ ഒരു ഹൃദയം കർത്താവേ കല്ലായ ഹൃദയങ്ങളെല്ലാം മാറ്റി ദൈവമേ നിനക്ക് ഹിതമുള്ള ഒരു ഹൃദയം കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും പകരണമേ അപ്പാ സ്തോത്രം.
ദൈവമേ, എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അപ്പാ. സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസം കർത്താവെ ഇനിയും വർദ്ധിപ്പിച്ചു തരണമേ അപ്പാ. ദൈവമേ, നിന്നിലേക്ക് ഞങ്ങൾ കൂടുതൽ അടുക്കുവാനും കർത്താവെ, നിന്നെ മഹത്വപ്പെടുത്തുവാനും കർത്താവെ, സകലത്തിലും ദൈവമേ നിന്റെ നാമത്തിന് മഹത്വം കണ്ടെത്തുവാനുമുള്ള ദൈവമേ ആ ഒരു ആഗ്രഹം ഞങ്ങൾ വർദ്ധിപ്പിച്ചു തരണമേ അപ്പാ. സ്തോത്രം. എല്ലാ നന്മകൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു, എല്ലാ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോട് ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ആമേൻ. കർത്താവേ വരണമേ. കർത്താവ് നമ്മെല്ലാവരെയും കൃപയാൽ നിറയ്ക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.